ഞാൻ സിൽവി കുര്യൻ എന്ന വിവാഹശേഷം സിൽവി കോശി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 34 വർഷം എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ 2 പെൺമക്കൾ സ്നേഹയും ശ്രുതിക്കും വേണ്ടി ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ വാങ്ങിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ്. 2018 എൻ്റെ മൂത്ത മകൾ സ്നേഹയെ ഞാൻ വിവാഹം ചെയ്ത് അയച്ചു. തൃക്കോതമംഗലം സെൻറ്റ് മേരീസ് ദേറായ പള്ളിയിലെ മെമ്പറായ മിസ്റ്റർ കുര്യൻ്റെയും ഭാര്യ സൂസൻ്റെയും മകൻ ഡോൺ ജോർജ് കുര്യന് അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഈ ഡോൺ ജോർജ് കുര്യൻ ആരാണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഞാൻ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മമാർക്ക്, ആ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാത്ത നൊമ്പരക്കടലിൽ കഴിയുന്ന ഓരോ അമ്മമാർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. 2018 എൻ്റെ മകൾ 2018 ജാനുവരിയിൽ അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചു. അതുവരെ സ്വന്തം അപ്പനെ മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത എൻ്റെ മകൾ സ്നേഹയെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിക്കാൻ അയക്കുമ്പോൾ ഈ ഡോൺ ജോർജ് കുര്യൻ്റെ അമ്മയാരാണെന്നറിയണ്ടേ? ഞാൻ പഠിച്ച മൗണ്ട് കാർമൽ B.Ed കോളേജിലെ ഒരു ടീച്ചറായിരുന്നു. ഞാൻ അവരെ ഓർക്കുന്നു പോലുമില്ല. പക്ഷേ M4 എൻ്റെ പേര് കണ്ട് ഈ സൂസൻ എന്ന് പറയുന്ന ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ സിൽവിയാണോ ഇത് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സിൽവി കോശി അല്ലായിരുന്നു, അന്ന് ഞാൻ സിൽവി കുര്യനായിരുന്നു B.Ed പഠിക്കുമ്പോൾ. എൻ്റെ B.Ed ക്ലാസ്സിൻ്റെ ടീച്ചർ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ്. ഞാൻ എന്നും പറയുന്ന എൻ്റെ അമ്മയേക്കാൾ ഒരു പടി കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ്. ഐ വാസ് ഹെർ പെറ്റ് ആൻഡ് ഷീ വാസ് ക്ലോസ് ടു മൈ ഹാർട്ട്. സിസ്റ്റർ എന്നെ പഠിപ്പിച്ച ഒരു സെൻറ്റൻസ് ഉണ്ട്, അതെൻ്റെ ജീവിതത്തിൻ്റെ തന്നെ മോട്ടോ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. സിസ്റ്റർ പറഞ്ഞിരുന്നു, മൈ ഗോഡ് ഈസ് ഇനഫ് ആൻഡ് മോർ ഫോർ യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. യെസ്, ടിൽ ഡേറ്റ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ സൂസൻ എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ മകളെ വിവാഹം ആലോചിക്കുമ്പോൾ പലവട്ടം ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അവരുടെ 2 പെൺമക്കൾ ഡോക്ടേഴ്സാണ്, അവരുടെ ഭർത്താക്കന്മാർ ഡോക്ടേഴ്സാണ്, അവരുടെ മകൻ സെൻറ്റ് ജോസഫ്സ് പാലാ സെൻറ്റ് ജോസഫ്സ് എൻജിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ലെക്ചററാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡോൺ ജോർജ് കുര്യൻ. വളരെ പ്രാവശ്യം അവർ പറഞ്ഞു, എൻ്റെ സിൽവിയുടെ കൊച്ചാണെങ്കിൽ അവളെ നീ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോടായെന്ന്. ആ കല്യാണം 2018 ജാനുവരിയിൽ അരങ്ങേറിയതിന് ശേഷം പിന്നീട് ടിൽ ഡേറ്റ് അരങ്ങേറിയതൊക്കെ നാടകങ്ങളായിരുന്നു. സ്നേഹ എന്ന മകള് എന്തുകൊണ്ടാണെന്നറിയില്ല, അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത്രേ. എന്നിട്ട് ആ ടീച്ചർ എൻ്റെ മകനെ അവളൊന്ന് സ്നേഹിച്ചോ മതിയെന്ന് എൻ്റെ മുമ്പിൽ നാടകമരങ്ങേറിയ ആ സ്ത്രീ ഇക്കാലം അത്രയും എൻ്റെ മകളെ എൻ്റെ അടുത്തേക്ക് വിടാതിരുന്നത് എനിക്ക് ഭ്രാന്താണത്രേ. ഒരമ്മയ്ക്ക് ഭ്രാന്ത് വന്ന പെറ്റതള്ളെ നോക്കാൻ മകളെ വിടാത്ത ചെറുത്തിലാട്ടല്ലേ കുര്യനും സൂസനും ഡോൺ ജോർജ് കുര്യൻ എന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസറും. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നാണമില്ലേ നിങ്ങൾക്ക് കുടുംബക്കാരാണെന്ന് പറയാൻ? ചെറുത്തിലാട്ടെ ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിലെ സെൻറ്റ് മേരീസ് ദേറായ പള്ളിയിലെ അംഗങ്ങൾ, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത മഹൽ വ്യക്തികൾ. കുര്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ദേറായ പള്ളിയിലെ എല്ലാ പെരുന്നാളിനും അപ്പവും ഇറച്ചിയും ഉണ്ടാക്കി കൊടുക്കുന്നവൻ. 96 വയസ്സായി എൻ്റെ അമ്മ ICUയിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. 94 വയസ്സ് തൊട്ട് ഞാൻ ആ സ്ത്രീയോട്, അതായത് മൗണ്ട് കാർമൽ B.Ed കോളേജിലെ ടീച്ചറായിരുന്ന, പിന്നെ എന്തൊക്കെയോ PhD എടുത്ത ടീച്ചർ എന്നോട് പറഞ്ഞത് വിമൻസ് ഡെവലപ്മെൻറ്റിൻ്റെ ആണ് അവരുടെ സബ്ജക്റ്റ്. ഒരമ്മയ്ക്ക് മകൾ ഭ്രാന്ത് വന്നാൽ പോലും മകള് അടുത്ത് പോയി ശുശ്രൂഷിക്കുന്നതിനോളം വലുതെന്താണ്? എന്നിട്ടും ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിന് ഈ ജൂൺ 11 കുഞ്ഞിന് 6 വയസ്സ് തികയുമ്പോൾ
6 വർഷം ഒരമ്മ, പെറ്റമ്മ സ്വന്തം മകളുടെ കുഞ്ഞിനെ കാണാനാകാതെ പിടയുമ്പോൾ, അവളുടെ വെല്ലുമിച്ചി വെന്റിലേറ്ററിൽ അവളെന്ന ആദ്യ കൊച്ചുമകളെ കാണാൻ പിടയുമ്പോൾ അവളെ വീട്ടിലേക്ക് വിടാത്ത, അവൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ മോളെ അത് തെറ്റാണ്, നീ പോയേ മതിയാകൂ എന്ന് പറഞ്ഞു കൊടുക്കാത്ത ഡോൺ ജോർജ് കുര്യൻ എന്ന അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റ് ജോസഫ്സ് കോളേജ് മെക്കാനിക്കൽ ഡിവിഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ, ഡോൺ ജോർജ് കുര്യൻ, യു ആർ നോട്ട് എലിജിബിൾ ടു ബി എൻ അസിസ്റ്റന്റ് പ്രൊഫസർ മാൻ. ആ കോളേജിലെ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാറിൻ്റെ കീഴിൽ പഠിക്കാൻ കഴിയുക? ഇങ്ങനെ ഒരു മാർഗദർശിയായ ഡോൺ ജോർജ് കുര്യന് സ്വന്തം ഭാര്യയുടെ അമ്മയെ സ്നേഹിക്കാൻ ഭാര്യയെ പ്രേരിപ്പിക്കാത്ത, അതിന് നിർബന്ധിക്കാത്ത ഒരു ഡോൺ ജോർജ് കുര്യൻ എങ്ങനെയാണ് ഒരു നല്ല അധ്യാപകനാകാൻ പറ്റുക? ഒരു BEd ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. നിൻ്റെ കർത്തവ്യം അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന നിലയിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിൻ്റെ ഭാര്യ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനാണ്. അവളോട് നിൻ്റെ അമ്മയ്ക്ക് പ്രാന്താണെങ്കിൽ നീ അവിടെ പോയി നിന്ന് നിൻ്റെ അമ്മയെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ്. പിന്നെ മൗണ്ട് കാർമൽ BEd കോളേജിലെ ടീച്ചറായിരുന്നു എന്ന് അവകാശപ്പെടുന്ന PhD ഹോൾഡർ സൂസൻ, ചിറത്തിലാട്ടെ ജ്യോതിസ് എന്ന വീട്ടിലെ സൂസൻ എന്ന ടീച്ചർ, എൻ്റെ പൊന്നു ടീച്ചറേ, നിങ്ങൾക്ക് ഗുരുദക്ഷിണ തരേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള സർവരോടും പറഞ്ഞു, അവൾ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ അവൾക്ക് മെൻ്റലാണ്. എൻ്റെ ടീച്ചറെ, മെൻ്റലായ തള്ളയുടെ അടുത്തേക്ക് നിങ്ങളുടെ മരുമകളെ വിടാതെ, അവളെ കറക്റ്റ് ചെയ്ത് വിടാതെ, അത് തെറ്റാണ് കുട്ടി, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എത്ര പ്രാന്താണേലും നിൻ്റെ അമ്മയെ പോയി ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാത്ത സൂസൻ, നിങ്ങൾ എത്ര PhD എടുത്താലും ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടവരാണ്. സെൻറ്റ് മേരീസ് ദേറായ പള്ളിയുടെ പ്രിയപ്പെട്ട ജനങ്ങളാ നിങ്ങൾ. ഡോൺ ജോർജ് കുര്യൻ, നിങ്ങൾ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി എന്ന മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഭർത്താവും ഭാര്യയും കൂടെ അടിയുണ്ടാക്കുന്ന ആ കുടുംബത്തിലേക്ക് എന്തിനാണ് ഞങ്ങളുടെ കൊച്ചിനെ വിട്ടതെന്ന്. നിങ്ങളെന്ത് മാന്യതയാടോ തൻ്റെ കയ്യിലുള്ളത്? എന്ത് മാന്യതയാ ഉള്ളത്? കെട്ടിക്കാൻ കല്യാണാലോചനയായിട്ട് വന്നപ്പോൾ സ്ത്രീധനം വേണോ എന്ന് ഞാൻ ചോദിച്ച് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഞരം പിളകുന്നത് ഞാൻ കണ്ടതാണ്. കാരണം നിങ്ങളെ അനുസരിക്കാത്ത ഒരു മകനാണ് ഡോൺ ജോർജ് കുര്യൻ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അവൻ്റെ കളിയിൽ ആരാണ് ഇതിനകത്ത് ശരിക്ക് കളിക്കുന്നതെന്ന് കാണിക്കാൻ, ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് സിൽവിക്കാകുമായിരുന്നു. പക്ഷെ സിൽവി ചെയ്യാതിരുന്നത് എൻ്റെ മകൾ സ്വയം തെറ്ററിഞ്ഞ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അവൾക്ക് വരാൻ കഴിയില്ലെങ്കിൽ അവളുടെ സർവ്വബന്ധനങ്ങളും കെട്ടഴിക്കാൻ കെൽപ്പുള്ളൊരു അമ്മയാണ് അവൾക്കുള്ളത്. അതിന് ഭ്രാന്തെന്ന് നിങ്ങൾ വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം എന്നാണെന്നറിയുമോ, നിങ്ങളാ പോയി പ്രാർത്ഥിക്കുന്ന സെൻറ്റ് മേരീസ് ദേറായ പള്ളിയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ മകനൊരാളുണ്ട്, ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹം സത്യങ്ങൾ മാത്രം 12ാമത്തെ വയസ്സ് തൊട്ട് വിളിച്ചു പറഞ്ഞ ഒരാളാണ്. ആ സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ച ഒരു വലിയ സമൂഹമാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ക്രിസ്ത്യാനിറ്റി. അദ്ദേഹത്തിന് പകരം പെരുങ്കള്ളനായ ബർബാസിനെ വിറ്റ് തരാൻ പറഞ്ഞ ക്രിസ്ത്യാനി സമൂഹമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളത്. അതുകൊണ്ട് സത്യം പറയുന്നവരെ ഭ്രാന്തന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാലം തൊട്ടുള്ളതാണ്. എൻ്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെൻ യു വോണ്ട് ടു സ്റ്റിക്ക് ഓൺ ടു ദ പ്രിൻസിപ്പിൾസ്, റിമെമ്പർ ദാറ്റ് യു വിൽ ബി വൺ ആൻഡ് ഓൺലി വൺ ഫോർ യുവർ സെൽഫ്. അതെ, ആ യുദ്ധം ഇന്ന് വരെ ഞാൻ വിട്ടിട്ടില്ല. തെറ്റാണെന്ന് പറയാൻ ആർജവം അന്നുമുണ്ട് ഇന്നുമുണ്ട് എനിക്ക്. ഇപ്പോൾ വേദനയോടുകൂടി എൻ്റെ അമ്മ വെന്റിലേറ്റർ റിമൂവ് ചെയ്ത 20 മിനിറ്റ് മാത്രം അവശേഷിക്കുമെന്ന് മാത്രം ഉറപ്പുള്ള സമയത്ത് ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ വളരാൻ വിടുകയാണ് ആസ് എ ക്രിമിനൽ. അവളുടെ കെട്ടിയോനെ നാഷണൽ ക്രിമിനലായിട്ട് വളരാൻ വിടുകയാണ്. അവൻ്റെ തന്തയും തള്ളയും അവനെ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് ഐ ആം ബൗണ്ട് ടു ഡു ദാറ്റ്. ഞാൻ വേദനിക്കുന്ന എല്ലാ അമ്മമാരോടും പറയുകയാണ്, മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ ശക്തി ആർജിക്കണം, അവരെ ഏറെ കയറ്റണം. തെറ്റെന്താണെന്ന് മനഃപൂർവ്വമായി മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നത് വരെ അവരെ എയറിൽ നിർത്തണം. സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് പാലായിലെ 6-8 വർഷമെങ്കിലും
പഠിപ്പിച്ച് പരിചയമായ ഡോൺ ജോർജ് കുര്യൻ എന്ന ഈ മനുഷ്യൻ അവിടെ കോളേജ് ലെക്ചറായിട്ടിരിക്കുന്നത് ഏത് ക്വാളിറ്റിയിലാണ്? കുറേ മെക്കാനിക്കലാണോ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഇത് അവരുടെ തെറ്റുകളെ ബോധപൂർവം പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവൻ്റെ അമ്മ സൂസൻ, BEd കോളേജ് മൗണ്ട് കാർമലിലെ സൂസൻ ടീച്ചർ എന്താണ് BEd പഠിച്ചത്? സിസ്റ്റർ ജീൻ ഫ്രാൻസിസിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ട ടീച്ചറായിരുന്നു സൂസൻ. വേറെ സിൽവി വാസ് the most loved student of Sister Jean Francis. സിസ്റ്റർ ജീൻ ഫ്രാൻസിസ് എന്നെ പഠിപ്പിച്ചത് തെറ്റുകൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. എൻ്റെ മകൾ ഈ നിമിഷം വരെ 2018 തൊട്ട് മാറി നിന്ന് അവളും അവളുടെ ചിറത്തലാട്ടിലെ ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിലെ തന്ത കുര്യനും അവളുടെ അമ്മായിയമ്മ സൂസനും അവളുടെ കെട്ടിയോൻ ഡോൺ ജോർജ് കുര്യനും ചേർന്ന് എനിക്ക് പ്രാന്താണെന്ന് മാറി നിന്ന് പറയുന്നതല്ലാതെ ഈ ഡോൺ ജോർജ് കുര്യനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്, എനിക്ക് പ്രാന്താണെന്ന് നിനക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ come on, you bring any doctor from the psychiatry from anywhere, and only one condition, നീയും നിൻ്റെ ഭാര്യയും എൻ്റെ ഒപ്പം ആ ഡോക്ടറുടെ അടുത്തുണ്ടായിരിക്കണം. Now openly I am challenging you, ഡോൺ ജോർജ് കുര്യൻ. ചുണയുണ്ടെങ്കിൽ പബ്ലിക്കിനോട് പറ, എനിക്ക് ഭ്രാന്താണെങ്കിൽ നീ നിൻ്റെ ഭാര്യയും കുട്ടി നീ പറയുന്ന ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ വിളിക്കാമെന്ന്. എന്നിട്ട് എന്നെ വിളിക്ക്, എന്നിട്ട് നീ ചലഞ്ച് ചെയ്യ്. അല്ലാതെ വൃത്തികെട്ട ഗെയിം നീയോ നിൻ്റെ ഭാര്യയോ കളിക്കാനൊരുങ്ങിയ നിൻ്റെ മകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. നിൻ്റെ മകൾ വളർന്നു വരുമ്പോൾ ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കും ഈ യൂട്യൂബ് ചാനലോടുകൂടി. മനസ്സിലായല്ലോ? വെറും വെന്റിലേറ്റർ മാറ്റിയ 20 മിനിറ്റ് മാത്രമുള്ളപ്പം എൻ്റെ ഭീഷണിക്ക് വഴങ്ങി എൻ്റെ മകൾ അവിടെ വന്ന് കാണാൻ നിന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മ ICU കിടന്നപ്പം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞായിരുന്നു, നിന്നെ ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ ഒരു വെല്ലുമ്മച്ചിയാണ്, തൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിച്ചതും നിന്നെയാണ്. ആ ശാപം നീ വാങ്ങിച്ചു വെക്കരുതെന്ന് പറഞ്ഞതിന് അവളും കെട്ടിയോനും കൂടെ എൻ്റെ അമ്മയെ കാണാൻ പോയിരുന്നു. ഒരക്ഷരം വെല്ലുമ്മച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാത്ത അവൾ എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പലവട്ടം പറഞ്ഞു, മോളെ അവളവിടെ വന്നിരുന്നതല്ലാതെ രണ്ടുപേരും എന്നോടൊന്നും ചോദിച്ചില്ല എന്ന്. കേട്ടുകൊണ്ടിരുന്നു എൻ്റെ അമ്മ വേദനയോടെ പറയുന്നത്. അമ്മ പറയുന്ന കേട്ടു, പലപ്പോഴായി പറയുന്ന കേട്ടു, ആ സ്നേഹമോള് വരികയാണെങ്കിൽ ഞാൻ തയ്ച്ചത് അവൾക്ക് കൊടുക്കണമെന്ന്. ലജ്ജയില്ലേടി സ്നേഹ എന്ന് പറയുന്ന മകളെ നിനക്ക്? ലജ്ജയില്ലേടി? ഒരാളെ സ്നേഹിച്ചു കൊന്നു നീ എൻ്റെ വല്യമ്മയെ, എന്നിട്ടവർ മരിച്ചിട്ട് നീ പോയെന്ന് കണ്ടില്ല. ഇപ്പോൾ സ്നേഹിച്ച് എൻ്റെ അമ്മയെ വഞ്ചിച്ചിട്ട് നീ അവരെ കൊന്നു. ഒരു വാക്ക് അവർ സംസാരിക്കുന്ന സമയത്ത് ചെല്ലാനുള്ള മനസ്സ് നീ കാണിച്ചില്ല. തൊട്ടിപ്പുറത്ത് ICUവിൻ്റെ ഇപ്പുറത്ത് അമ്മ നിൽക്കുന്നത് നീ കണ്ടു. നിന്നെ ജന്മം തന്ന അമ്മ നിൽക്കുന്ന കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ ഇറങ്ങിപ്പോയപ്പോൾ സ്നേഹ റിബേക്ക കോശി, ലെറ്റ് മീ ആസ്ക് യു, രാജഗിരി കോളേജിലെ BTech പഠിക്കുമ്പോൾ വെറും കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷനാണ് നിനക്ക് കിട്ടിയത്. അമ്മ പോയി തെണ്ടി വാങ്ങിച്ചു കൊണ്ട് തന്ന അമ്മയുടെ കെയർ ഓഫ് കിട്ടിയതാണ് നിനക്ക് EEE എന്ന് പറയുന്ന BTech. അവിടം തൊട്ട് ഇന്ന് വരെ നീ ജനിച്ചു വീണപ്പോൾ തൊട്ട് നിന്റെ തന്ത പോലും ഉണ്ടാക്കി തരാത്തത് ഉടുതുണി വരെ നിനക്ക് വാങ്ങിച്ചു തന്ന തള്ളയോട് നിനക്കില്ലാത്ത കമ്മിറ്റ്മെൻറ്റ് ആർക്കാണ് ഈ ലോകത്തിനോടുണ്ടാകുക? നിനക്ക് ആരോടാണ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക? നൗ യു ഹാവ് ടു ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ടു ദ പബ്ലിക്. ഡോൺ ജോർജ് കുര്യൻ, എൻ്റെ അമ്മ ജീവനോടിരിക്കുമ്പം 94 വയസ്സിൽ നിന്നോടും നിൻ്റെ തള്ളയോടും എൻ്റെ മകളോടും ഞാൻ വന്ന് പറഞ്ഞതാണ്, എൻ്റെ അമ്മ അവളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഒരു കുഞ്ഞു പിറന്ന് 6 വർഷമാകുന്നു ഈ ജൂൺ 11-ന്. എന്നിട്ട് എൻ്റെ അമ്മയെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റാത്ത നീ ഏത് കോളേജ് ലെക്ചറാടാ? നീ എന്നതാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചിരിക്കുന്നത്? നിൻ്റെ തള്ള എന്താണ് നിനക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? സോ ഐ എം പുട്ടിങ് ദിസ്, ഡെഡിക്കേറ്റിംഗ് ദിസ് ടു ഓൾ ദ മദേഴ്സ് ഹു സഫർ ലൈക്ക് എനിത്തിങ്. അമ്മയെ പ്രാന്തി എന്ന് വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹേ സമൂഹമേ, മറുപടി താ എനിക്ക്. അല്ല എങ്കിൽ സ്നേഹ, നിൻ്റെ ഭർത്താവ് നീ കണ്ടത് 26 വയസ്സ് വരെ നിന്നെ വളർത്തിയ അമ്മയെ കണ്ടതിന് ശേഷമാണ്
ഈച്ച് ആൻഡ് എവറി പോയിന്റിലും നിന്നെ നോക്കിയ അമ്മയാ. ഉടുതുണി വരെ തന്ത വാങ്ങിച്ചു തരാതെ വാങ്ങിച്ചു തന്ന അമ്മ. ബിടെക് ഡിഗ്രിക്ക് നിന്നെ ക്വാളിഫൈ ചെയ്യിച്ച അമ്മ. ആൻഡ് യു ഡോണ്ട് ഫീൽ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പിന്നെ നിനക്കറിയാൻ മറ്റൊരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ അടുത്തിടെ അറിഞ്ഞതാണ്. അതായത് ഡോക്ടർ തൈക്കാട്ട് മൂസസിനെ കാക്കനാട് പോയി ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. നീയായിട്ട് എന്നെ അപ്പനെതിരെ കുടുംബ കോടതിയിൽ ഡൈവേഴ്സിന് കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ച ആളാ നീ. ഞാൻ വന്നോളാം കോടതിയിൽ എന്ന് പറഞ്ഞ് എന്നെ കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് നിൻ്റെ അപ്പനെതിരെ എനിക്ക് ഡൈവേഴ്സിന് പെറ്റീഷൻ അപ്ലൈ ചെയ്തത് നീയാണ്. കൊണ്ടുപോയതെന്നെ ആരുടെ അടുത്താണ്? അഡ്വക്കേറ്റ് ജനറസിൻ്റെ അടുത്ത്. നിൻ്റെ ഫ്രണ്ട് ഗ്രീറ്റയുടെ ഫാദർ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അവസാനം കുടുംബ കോടതിയിൽ ഞാൻ ആദ്യത്തെ ദിവസം ഹിയറിങ്ങിന് പോകുമ്പോൾ അവിടെ നിൻ്റെ അപ്പൻ്റെ അഡ്വക്കേറ്റ് ആരാന്ന് നിനക്കറിയണ്ടേ? അത് അഡ്വക്കേറ്റ് ജനറസ് ആയിരുന്നു. മുഖം പൊത്തി പിടിച്ചുകൊണ്ട് ജനറസ് അവിടെ അപ്പന് അഡ്വക്കേറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ ഡോക്ടർ തൈക്കാട്ട് മൂസസ് ഡോക്ടർ പറഞ്ഞു, ജനറസ് പറഞ്ഞു ഞാനാണ് കുറ്റക്കാരിയെന്ന്, നിൻ്റെ അപ്പനല്ല കുറ്റക്കാരനെന്ന്. പിന്നെ അയാൾ എന്തിനാടി അഡ്വക്കേറ്റ് ജനറസ് എന്തിനാടി കോടതി മുറിയിൽ ബുക്ക് മറച്ചു വെച്ച് നിൻ്റെ അപ്പനെ വിളിക്കുന്നേ? ചങ്കൂറ്റത്തോടുകൂടെ, സിൽവി, ഞാൻ നിങ്ങളിലല്ല ശരി കാണുന്നത്, നിങ്ങളുടെ ഭർത്താവിലാണ് ശരി കാണുന്നത്, അതുകൊണ്ട് ഞാൻ അയാളുടെ അഡ്വക്കേറ്റ് ആകുകയാണെന്ന് പറയാനുള്ള തന്തയ്ക്ക് പറഞ്ഞ ജൂക്കം ആ അഡ്വക്കേറ്റ് ജനറസിന് ഇല്ലാതെ പോയി. ആ നെറിയുള്ള തന്തയ്ക്ക് പറഞ്ഞ നട്ടലുള്ള ഒരുത്തന് മാന്യമായി പറയും, സിൽവി, ഞാൻ നിങ്ങളുടെ പക്ഷത്ത് ന്യായം കാണുന്നില്ല, കോശിയുടെ പക്ഷത്ത് ഞാൻ ന്യായം കാണുന്നു, അതുകൊണ്ട് കോശിയുടെ അഡ്വക്കേറ്റായി മാറുന്നു. അതിനുള്ള ഗട്ട്സ് പോലും കാണിക്കാത്ത ഞാഞ്ഞുള്ള അഡ്വക്കേറ്റ് ജനറസ് അന്ന് ബുക്ക് മറച്ച് കാണിച്ചപ്പോൾ ഭാഗ്യത്തിന് അന്ന് ജഡ്ജി ലീവ് എടുത്തു. എൻ്റെ അഡ്വക്കേറ്റിൻ്റെ ജൂനിയറാണെന്ന് അവിടെ വന്നത്. അന്ന് നീ പോലും അറിയാതെ ആ കോടതി മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി നേരെ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്, മാഡം ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. അഡ്വക്കേറ്റ് ചോദിച്ചു എന്തിനാണ് ക്യാൻസൽ ചെയ്യുന്നത്. ഞാൻ കാരണം പറഞ്ഞില്ല. അതിൻ്റെ റീസൺ അറിയാവുന്ന ഒരേ ഒരാളെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പോൾ 2 പേരുണ്ട്. ഒന്ന് എൻ്റെ മകൾ ശ്രുതി, 2 ജനറസിൻ്റെ ഭാര്യ. ഞാൻ അന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്തുകൊണ്ട് പോന്നു എന്ന് നിനക്കറിയണ്ടേ? നീ ജനറസിൻ്റെ വീട്ടിൽ ഇരുന്ന് ഹിസ്റ്റീറിക്കായിട്ടൊരു പെർഫോമൻസ് കാണിച്ചു. അയാൾ ഭർത്താവും ഞാനും കൂടെ ഡൈവേഴ്സ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പം, അപ്പനെ എനിക്ക് വേണ്ട, എനിക്ക് ഡൈവേഴ്സ് എടുക്കണം അമ്മ എന്ന് പറഞ്ഞ ഹിസ്റ്റീറിക്കായിട്ട് പെർഫോമൻസ് കാണിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സാധനം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഡൈവേഴ്സിന് വേണ്ട ഏക വിറ്റ്നസ്സായിരുന്നു നീ. നിന്നെ അയാൾ അവിടെ ബ്രേക്ക് ചെയ്യും, നിനക്ക് ഹിസ്റ്റീറിക്കാണെന്ന് പറയും, എന്നിട്ട് എൻ്റെ സാക്ഷിയാണ് എന്നുള്ളതിനാൽ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഡൈവേഴ്സ് തരാതിരിക്കും. ദിസ് വാസ് ഹിസ് സോൾ ഇൻറ്റൻഷൻ. അതുകൊണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ആ കോടതി മുറ്റത്തുനിന്ന് പോയത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഹിയറിങ്ങിന് നിൻ്റെ അപ്പൻ വളരെ ഭംഗിയായി എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അയാളും അഡ്വക്കേറ്റ് ജനറസും കൂടെ കോടതി മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ ഗ്രീറ്റയുടെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറസിനോട് പറയണം അയാൾ പഠിച്ച് അഡ്വക്കേറ്റ് ആയതാണ്. ഐ ആം എ ബോൺ അഡ്വക്കേറ്റ് ആൻഡ് ഐ ആം ദ സോൾജർ ഓഫ് ഗോഡ്. അതുകൊണ്ട് അയാളോട് പറയണം അയാളുടെ പന്നക്കളി സിൽവിയുടെ അടുത്ത് നടക്കില്ല എന്ന്. ഇന്നും നിന്നെ എനിക്കെതിരെ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് തിരിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറസ് ആണ് എന്ന് വ്യക്തമായ എവിഡൻസ് എനിക്ക് ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നീ വന്നിരുന്നു കഴിഞ്ഞ ദിവസം, എവിടെന്നോ പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ. അവിടെ വെച്ച് ഞാൻ SIയുടെ മുമ്പിൽ നിന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ആ താഴത്തെ മുറി നിനക്ക് വേണോ, ആ താഴത്തെ വീട് നിനക്ക് വേണോ? എൻ്റെ 2 പെമ്മക്കൾക്ക് 4 പ്രയോജനമില്ലാത്ത തന്തയുടെ 2 മക്കൾക്ക് ഈ പറയുമ്പോൾ നിൻ്റെ തന്ത അങ്ങ് ബെഞ്ചമിൻ ബിഷപ്പിൻ്റെ കൊച്ചുമോന തേവർത്തുണ്ടിയിലെ കുടുംബ മഹിമയ്ക്ക് ഒരു കുറവുമില്ല. പക്ഷേ
ചേട്ടൻ്റെ ഭാര്യയുടെ കൂടെ കിടന്ന, അതായത് റോയിയുടെ ഭാര്യ ലിറ്റി റോയിയുടെ കൂടെ കിടന്ന് നല്ല എക്സ്പീരിയൻസ്ഡായ നിൻ്റെ അപ്പൻ സ്വന്തമായി ഒരു 100 രൂപ മാത്രമാണ് എന്നെ കെട്ടാൻ വരുമ്പോൾ ഉള്ളത്. അയാൾക്ക് സ്വന്തമായി അയാളുടെ തറവാട്ടിലൊരു മുതലുണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് എൻ്റെ മക്കൾ സനാതനരാകാൻ വേണ്ടി കഷ്ടപ്പെട്ടു ലോൺ എടുത്തു ഞാൻ ഉണ്ടാക്കി ആ വീടിന് വില പേശാൻ നിൻ്റെ അപ്പൻ ഇപ്പോൾ വരുമ്പോൾ ഞാൻ അന്ന് എഴുതിയത് എൻ്റെ ഭർത്താവ് എന്ന നിലയിൽ അയാളുടെ പേര് ഞാൻ എഴുതിയതാണ്. ACPയോടും കമ്മീഷണറോടും ഞാൻ പറഞ്ഞതാണ്. ഇന്നും അത് വിഡ്രോ ചെയ്തിട്ടില്ല. അയാൾക്കുള്ള ഓഹരി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് അയാൾ എൻ്റെ താഴത്തെ വീട് കുത്തി തുറന്നത്? ആരോ ഒരുത്തൻ കള്ളം വന്ന് കുത്തി തുറന്നെന്നായി എന്നെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ലോക്കൽ പോലീസിനെ അറിയിക്കുന്നില്ല? ടിൽ നവംബർ ഹി ഡിഡ്ന്റ് ഇൻഫോം എനിബഡി. ഒടുവിൽ ഞാൻ ആ താഴെ വാടകയ്ക്ക് കൊടുത്ത് വൃത്തിയായിട്ടിടാനെങ്കിലും പഠിക്കാത്ത ആ മനുഷ്യനെ ഞാൻ താഴത്തെ വീട് വാടകയ്ക്ക് കൊടുത്ത് അത് വൃത്തിയാക്കാൻ, എൻ്റെ കുഞ്ഞാടി അനുഗ്രഹ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ കുഞ്ഞാ. ദൈവം എനിക്ക് അനുഗ്രഹത്താൽ തന്ന വീട്, അതിനാണ് അതിന് അനുഗ്രഹ എന്ന് ഞാൻ പേരിട്ടത്. അതിലെ ചെടികൾ എൻ്റെ വേദനകൾ പറയും, എൻ്റെ നൊമ്പരങ്ങൾ പറയും, നീ പറഞ്ഞില്ലെങ്കിലും. എന്നിട്ട് അത് കുത്തി തുറന്ന് 6 കസേരയും ഒരു ടേബിൾ ഫാൻ കറങ്ങുന്നതും നിൻ്റെ അപ്പൻ മുകളിൽ കൊണ്ടിട്ടിരുന്നു. ചെറ്റേന്ന് വിളിച്ചിട്ട് ഞാൻ അതെല്ലാം താഴേക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നു. അത് വാടകയ്ക്ക് കൊടുത്തോളാൻ പോലീസിൻ്റെ പ്രസൻസിൽ അയാൾ സമ്മതിച്ച അയാൾ പിന്നീട് അവിടെ വന്ന് നിന്നെയും കൊണ്ട്, നിൻ്റെ കെട്ടിയാൻ അവിടെ കൊണ്ടുവന്ന് നിനക്ക് പേന തന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് എൻ്റെ ഇളയ മകൾ കണ്ടതാ. എന്തിനാണ് ഈ ഭർത്താവ് ഭാര്യയ്ക്ക് സപ്പോർട്ട് വന്നാണ് പിന്നെ അബ്സ്കോണ്ടിങ് ആകുന്നത്? അവിടെ നിൽക്കാൻ ഞാൻ അവൻ, അതായത് ഡോൺ ജോർജ് കുര്യൻ എന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ. എന്തുകൊണ്ട് അവൻ അവിടെ നിന്നില്ല? ആണത്തുള്ള തന്തയ്ക്ക് പറഞ്ഞ മോനായിരുന്നെങ്കിൽ. അതെങ്ങനെ? അവൻ പണ്ടേ ആണത്തുള്ള തന്തയ്ക്ക് പറഞ്ഞതല്ലല്ലോ. അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ 1.5 ആഴ്ച മുമ്പേ വീട്ടിൽ കയറി വന്ന് അവൾ കണ്ടവൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾ വളർത്തി ദൂഷ്യമാണെന്നൊരു തള്ളയോട് വിളിച്ചു പറയാനുള്ള സംസ്കാരം ഈ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് അന്നേ ഉണ്ടായിരുന്നു. അതായത് 2018 ജാനുവരിക്ക് മുമ്പേ 1.5 ആഴ്ച മുമ്പേ എൻ്റെ വീട്ടിൽ കയറി വന്ന് കല്യാണത്തിന് മുമ്പ് അവനും അവൻ്റെ അമ്മയും കയറി വന്നിട്ട് ഞാൻ വളർത്തിയ ദൂഷ്യം കൊണ്ടാണ് നീ കണ്ടവൻ്റെയൊക്കെ കൂടെ ബാംഗ്ലൂർ തെണ്ടി നടന്നതെന്ന് പറയുമ്പോൾ നീ അവിടെ നിശബ്ദയായി നിന്നു. നിനക്കെങ്കിലും പറയായിരുന്നു, എൻ്റെ അമ്മയുടെ കുറ്റമല്ല, എൻ്റെ തെറ്റാണ്, എൻ്റെ അമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളത്. കേട്ടില്ല ഞാൻ നിന്നെ അങ്ങനെ പറയുന്നത്. ഒരു മകളെന്ന ധർമ്മം നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മോങ്ങെന്ന് കേട്ടു. ഏത് ധർമ്മമാണ് നീ ചെയ്തിട്ടുള്ളേ? ഇപ്പോഴും ICUവിൻ്റെ മുമ്പിൽ വന്ന് അനങ്ങാനും മിണ്ടാനും പറ്റാത്ത എൻ്റെ അമ്മയെ കണ്ടിട്ട് നീ പോയിട്ട് ഇപ്പുറത്ത് നിനക്ക് ജന്മം തന്ന അമ്മയുള്ളപ്പോൾ നിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിന്നെ വളരെ ഭംഗിയായി കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്കാണ് നിൻ്റെ പോക്ക്? നിൻ്റെ അമ്മായിയമ്മയുടെ പോക്ക്? ജ്യോതിസ്, ചെറുത്തിലാട്ടെ ജ്യോതിസിലെ സുസൻ, നിങ്ങൾക്ക് ടീച്ചറെന്ന്